ടി.വി.കെ സ്ഥാപകനും നടനുമായ വിജയ് ഈ മാസം 17-ന് കരൂർ സന്ദർശിക്കും. NDA പ്രവേശനം ഉൾപ്പെടെയുള്ള അഭ്യൂഹങ്ങൾക്ക് താരം മറുപടി നൽകിയേക്കുമെന്നാണ് പ്രതീക്ഷ. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്ന് ഹൈക്കോടതിയിൽ SIT സംഘത്തിൽ നിന്നും സർക്കാരിന്റെ ജുഡീഷ്യൽ സംഘത്തിൽ നിന്നും CBI ഏറ്റുവാങ്ങും. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൈവിട്ടു പോകുന്നതോടെ DMK സർക്കാർ വൻ പ്രതിരോധത്തിലാകും. VR കാർത്തിക് നമുക്കൊപ്പം തുടരുന്നുണ്ട്. കാർത്തിക്, ഈ കരൂർ സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് വിജയ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ഇതിലെ. അപ്പോൾ വീണ്ടും കരൂരിൽ എത്തുന്നതോടുകൂടി നഷ്ടമായ ഇമേജ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ വിജയ്ക്കുണ്ടോ? സെപ്റ്റംബർ 27-ന് കരൂർ ദുരന്തം നടക്കുന്നു. അതിനുശേഷം വിജയ് അധികം താമസിക്കാതെ വീട്ടിലേക്ക് മടങ്ങുന്നു. അത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. അങ്ങനെ 15 ദിവസങ്ങൾക്ക് ശേഷം TVKക്ക് കിട്ടിയ ഒരു പിടിവള്ളിയാണ് കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതി വിധി. CBI അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഒപ്പം ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിന് 3 അംഗ സമിതിയെ കൂടി നിയോഗിച്ചിരിക്കുന്നു. അതിനും അപ്പുറത്തേക്ക് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളാണ് TVKക്ക് ഇപ്പോൾ ആശ്വാസകരമായ ഒരു പിടിവള്ളിയായത്. അതായത് DMK സർക്കാരിനെ അതിരൂക്ഷമായി സുപ്രീം കോടതി ഈ ഉത്തരവിൽ വിമർശിക്കുന്നു. അതിലേറ്റവും ശ്രദ്ധേയം 41 പേരാണ് ആ ദുരന്തത്തിൽ മരിച്ചത്. ഇത്രയും പേരുടെ പോസ്റ്റ്മോർട്ടം വെറും 3-4 മണിക്കൂറിനുള്ളിൽ എങ്ങനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നൊരു ഗുരുതരമായ ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല മദ്രാസ് ഹൈക്കോടതിക്കും ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടായി. അങ്ങനെ കോടതിക്കും DMK സർക്കാരിനുമെതിരെ സുപ്രീം കോടതി തന്നെ വിമർശനം ഉന്നയിച്ച് CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ഒരു പശ്ചാത്തലത്തിൽ TVKക്ക് കിട്ടിയ ഒരു പിടിവള്ളിയാണിത്. സ്വാഭാവികമായും CBIയുടെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തമിഴക വെട്രിക്കഴകത്തിന് പ്രതിരോധിക്കാം. അതുതന്നെയാകും ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമാകുക. മാത്രമല്ല ഒക്ടോബർ 17-ന് വിജയ് കരൂർ സന്ദർശിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇത്തവണ സന്ദർശനം. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയാണ് ലക്ഷ്യം. ഓരോ വീടുകളിലും പോയി കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയല്ല, മറിച്ച് ഇവരെയെല്ലാം ഒരു വേദിയിലേക്ക് എത്തിച്ച് ഒരു ക്ലോസ്ഡ് ക്യാമ്പയിൻ, അതായത് അത്തരത്തിൽ അധികം ആൾക്കാർക്ക് പ്രവേശനമില്ലാതെ മാധ്യമങ്ങൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ കാണുക, അവരോട് കാര്യങ്ങൾ പറയുക, ഇതാണ് വിജയ് ലക്ഷ്യമിടുന്നത്. ഇതിന് പോലീസ് അടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന ഉറപ്പുകളും ഇതിനകം നൽകി കഴിഞ്ഞു. തൃശ്ശി എയർപോർട്ടിലെത്തി നേരിട്ട് ഇത്തരത്തിൽ വേദിയിലേക്കാവും പോവുക. വേദി ഏതാണ് എന്ന കാര്യത്തിൽ ഇതുവരെയും അന്തിമ തീരുമാനമായിട്ടില്ല. ഏറ്റവും ശ്രദ്ധേയം, ഈ വേദിയിലേക്ക് കരൂർ ദുരന്തത്തിന് ശേഷം വിജയ് എത്തുമ്പോൾ ഒരുപക്ഷെ വിജയുടെ രാഷ്ട്രീയ നിലപാട് ഇനി എന്തായിരിക്കും എന്ന ഉദ്യോഗമാണ് തമിഴകത്തിൽ ആകെയുള്ളത്, ഒപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമുള്ളത്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ BJPയെ പ്രത്യയശാസ്ത്രപരമായ ശത്രു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് വിജയ് തമിഴക വെട്രിക്കഴകം പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ BJP ക്യാമ്പിനോട് TVK അടുക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല ആദ്യഘട്ടം മുതൽ തന്നെ TVKയുടെ ഫോർമേഷൻ മുതൽ തന്നെ ഇങ്ങോട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും DMKയും BJPയും ശക്തമായി കടന്നാക്രമിക്കുമ്പോഴും AIADMKയുടെ ഒരു മൃദു സമീപനം വിജയ്ക്കുണ്ടായിരുന്നു. ആ മൃദു സമീപനം ഇപ്പോൾ ഈ കരൂർ ദുരന്തത്തിന് ശേഷം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. കാരണം ഈ കരൂർ ദുരന്തത്തിന് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്നത് AIADMK ആയാലും BJP ആയാലും ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്നത് DMKയും ഭരിക്കുന്ന സർക്കാരിനെ എതിരെയാണ്. സ്വാഭാവികമായും അത്തരത്തിൽ സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മറിച്ച് അത്ര മൂർച്ചയുള്ള ഭാഷയിൽ വിജയെ കടന്നാക്രമിക്കുന്നുമില്ല. സ്വാഭാവികമായും അത്തരത്തിൽ അലയൻസ് സംബന്ധിച്ച ചർച്ചകൾ വളരെ സജീവമായി തമിഴകത്തുണ്ട്. AIADMKയോടുള്ള സമീപനം എങ്ങനെയാകും? നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ മുഴുവൻ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് വിജയ് പ്രഖ്യാപിച്ചിരുന്നത്. TVK ഒറ്റയ്ക്ക് മത്സരിക്കും. സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നതിൽ അതിൽ തർക്കമുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം ഒരുപക്ഷെ ഒരു പുനർവിചിന്തനത്തിന് വിജയെ പ്രേരിപ്പിക്കുമോ? അതടക്കമുള്ള രാഷ്ട്രീയ ഉദ്യോഗങ്ങളാണ് നിലനിൽക്കുന്നത്. എന്തായാലും കരൂർ സന്ദർശനത്തോടെ ഇക്കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വരും എന്ന പ്രതീക്ഷയിലാണ് തമിഴകം ഇപ്പോഴും ഉള്ളത്. VR കാർത്തിക്കാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. എന്തായാലും ഈ കരൂർ ദുരന്തത്തിന് ശേഷം വിജയ് വീണ്ടും കരൂരിലേക്ക് എത്തുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. നഷ്ടമായ ഇമേജ് വിജയ്ക്ക് തിരികെ പിടിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. കരൂരിലെ ജനത വിജയെ ഏത് തരത്തിൽ ഏറ്റെടുക്കും, ഇനി കാണുമ്പോൾ ഏത് തരത്തിലാണ് അവരുടെ വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്ക വിജയെയും TVKയും സംബന്ധിച്ച് അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ തന്നെ ഈ രാഷ്ട്രീയമായ ചില ചോദ്യങ്ങൾക്ക് കൂടി വിജയ് മറുപടി പറഞ്ഞേക്കും, അഭ്യൂഹങ്ങൾക്ക് കൂടി വിജയ് മറുപടി പറഞ്ഞേക്കും എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. NDA സഖ്യത്തിലേക്ക് വിജയ്ക്ക് ക്ഷണമുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് വിജയ് ഏത് തരത്തിലായിരിക്കും മറുപടി പറയുക എന്നുള്ളത് രാഷ്ട്രീയപരമായി നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ വിജയ് ചേർത്ത് നിർത്തും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. നേരത്തെ നമുക്കറിയാം 20 ലക്ഷം രൂപയാണ് ധനസഹായമായി
TVK പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ പൂർണ്ണമായും TVK ഏറ്റെടുക്കുകയാണ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രതിമാസം അവർക്കൊരു തുക നൽകുക, അതോടൊപ്പം ആ കുടുംബത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവടക്കം ഏറ്റെടുക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോലും കടന്നിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. എന്തായാലും വിജയ് കരൂരിലേക്ക് എത്തുമ്പോൾ ബാക്കി പിന്നീട് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.